അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബികൾ ഈ അടുത്ത കാലം വരെ വിശ്വസിച്ചു പോന്നിരുന്നത് പെൺമക്കളുള്ള, ഭാര്യമാരുള്ള, കൈകാലുകളുള്ള, ചന്തിയുള്ള, ഊറയുള്ള, ഒരു സ്ഥലത്തിരിക്കുന്ന, ഖിയാമത്ത് നാളിൽ മുഖമൊഴികെ ബാക്കിയെല്ലാം നശിച്ച് മുഖം മാത്രം ബാക്കിയാകുന്ന ഒരാൾക്ക് അള്ളാഹു എന്ന് പേരിട്ട് അബൂജഹൽ ആരാധിച്ച വ്യക്തിയാണ് മഴ വർഷിപ്പിച്ചത്, സൂര്യനെ സൃഷ്ടിച്ചത്, ചന്ദ്രനെ സൃഷ്ടിച്ചത്, ലോക ചരാചരങ്ങളെ സൃഷ്ടിച്ചത്, ലോകം നിയന്ത്രിക്കുന്നത് എന്നായിരുന്നുവെങ്കിൽ ഇന്ന് അതിൽ നിന്നൊന്ന് മാറ്റിപ്പിടിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരു ക്ഷേത്ര പ്രഭാഷണത്തിൽ വെച്ചുകൊണ്ടാണ് മുജാഹിദ് ബാലുശ്ശേരി പറയുന്നത്, യഥാർത്ഥത്തിൽ മുജാഹിദ് ബാലുശ്ശേരി പങ്കെടുക്കാത്ത ഉത്സവങ്ങളോ പൂജകളോ കേരളത്തിൽ ഇല്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുകയില്ല. കാരണം കേരളത്തിന്റെ ഒരുവിധ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവത്തിനൊക്കെ പൂജകളിലൊക്കെ അദ്ദേഹം പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ മുജാഹിദ് ബാലുശ്ശേരിക്ക് ഉറൂസിന് പങ്കെടുക്കലും, അമ്പലങ്ങളിലെ ഉത്സവങ്ങളിൽ പങ്കെടുക്കലും, പൂജകളിൽ പങ്കെടുക്കലും ഒരുപോലെയായിരുന്നുവെങ്കിൽ, അതെല്ലാം ഷിർക്കായിരുന്നുവെങ്കിൽ, ഉറൂസ് പോലെയാണ് ഉത്സവം, ഉത്സവം പോലെയാണ് ഉറൂസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുസ്ലിമീങ്ങളെയും ഹൈന്ദവ സഹോദരങ്ങളെയും ഒരുപോലെ അപമാനിച്ചു കൊണ്ടായിരുന്നു അദ്ദേഹം മുന്നോട്ട് പോയിരുന്നതെങ്കിൽ, ഇപ്പോൾ അദ്ദേഹത്തിന് ഉറൂസ് മാത്രമാണ് ഷിർക്കായിട്ടുള്ളത്. ക്ഷേത്രങ്ങളിലെ ഉത്സവത്തിന് പങ്കെടുക്കലോ പൂജയിൽ പങ്കെടുക്കലോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഷിർക്കല്ലാതായിരിക്കുന്നു. ആ വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഈ യാത്രയിൽ മരിച്ചു പോകാം, നിങ്ങളും ഞാനും നാളെ കണ്ടുമുട്ടിയില്ലെന്ന് വരാം. നാളത്തെ സമ്മേളനത്തിൽ, നാളത്തെ ഇവിടെ കലാപരിപാടികളിൽ, സംഗീതങ്ങളിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നമ്മുടെ ദൈവനിശ്ചയത്തെ നമുക്കാർക്കും തടുക്കാനാവില്ല. ഏത് ഭൂമിയിൽ വെച്ച് ഞാനും നിങ്ങളും മരിക്കും എന്ന് പറയാനുമാവില്ല. ഖുർആനിലെ 31-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിൽ വെച്ച് നിങ്ങൾ മരിക്കും നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. നാളെ എന്ത് സംഭവിക്കും അതും നിങ്ങൾക്ക് പറയാനാവില്ല. അപ്പൊ എവിടെ വെച്ച് ഞാനും നിങ്ങളും മരിക്കും, ആ മരണത്തിനിടയിൽ എവിടെ വെച്ചാണ് എപ്പോഴാണ് മരണപ്പെടുക എന്നറിയില്ല. അതുകൊണ്ട് എന്റെ മുഖ്യ പ്രഭാഷണത്തിന്റെ ബാധ്യത ഞാൻ നിർവഹിക്കുകയാണ്. അത് നിങ്ങളെല്ലാവരും ശ്രദ്ധയോടെ കേൾക്കണമെന്ന സദസ്യരോടുള്ള ഉപദേശമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം നടത്തുന്ന ഉപദേശം എന്നുകൂടി നമുക്ക് കേൾക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ ഇന്ത്യയിലെ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്രോതസ്സിലൂടെ കടന്നുപോയാൽ നാം കാണുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഓം അസദോമ സദ്ഗമയ തമസോമ ജ്യോതിർഗമയ മൃത്യോമ അമൃതം ഗമയ ഓം ശാന്തി ശാന്തി ശാന്തി. അതിലെ ഏറ്റവും ഉജ്ജ്വലമായ ചിന്ത എന്താണ്? ഓം അസദോമ സദ്ഗമയ. ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് ആരാണ്? സൂര്യനെ സൃഷ്ടിച്ചത്? ആരാണ് ചന്ദ്രനെ സൃഷ്ടിച്ചത്? ആരാണ് നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചത്? ആരാണ് ലോകത്തെ സംവിധാനിച്ചത്? അതൊക്കെ സംവിധാനിച്ച സംവിധായകൻ, അതാണ് ഓം എന്നതുകൊണ്ട് വിശ്വവിജ്ഞാന കോശത്തിലും സംസ്കൃത നിഘണ്ടുവിലും ഓം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മവാചകമായ പ്രണവമന്ത്രം എന്നാണ്. ആ സൃഷ്ടാവിനോടുള്ള പ്രാർത്ഥനയാണെന്ത്? എന്നെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എത്തിക്കണമേ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്തിക്കണമേ. മുജാഹിദ് ബാലുശ്ശേരിയുടെ മുഖ്യ പ്രഭാഷണത്തിന്റെ ബാധ്യതയാണ് അദ്ദേഹം നിർവഹിച്ചിരിക്കുന്നത്. ഓം നമ ശിവായ എന്നത് ഹൈന്ദവരുടെ പ്രാർത്ഥനയാണ്. ഓം എന്നുള്ളത് ഹൈന്ദവരുടെ ദൈവിക സങ്കല്പമാണ്. ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നത് ഓം എന്ന ദൈവമാണ് ലോകം സൃഷ്ടിച്ചിട്ടുള്ളത്, മഴ വർഷിപ്പിക്കുന്നത്, സൂര്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നൊക്കെ ഹൈന്ദവ സഹോദരങ്ങൾ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് മുജാഹിദ് ബാലുശ്ശേരി ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൽ ഒരസഹിഷ്ണുത പ്രകടിപ്പിക്കേണ്ടതില്ല. ഓരോ മനുഷ്യർക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കുകയും
അവരുടെ ദൈവങ്ങളാണ് എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് എന്നും അവർക്ക് വിശ്വസിക്കാവുന്നതാണ്. അത് ഓരോരുത്തരുടെ മതസ്വാതന്ത്ര്യമാണ്, അതിൽ നാം ആരും കൈകടത്തേണ്ടതില്ല. പക്ഷേ ഓം എന്ന ഹൈന്ദവരുടെ ദൈവത്തിന് അള്ളാഹു എന്ന പേര് ചാർത്തിക്കൊടുക്കുകയാണ് ഈ മുജാഹിദ് ബാലുശ്ശേരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് ഓം എന്ന് പേര് വെച്ചാൽ മുസ്ലിമീങ്ങളാകുന്ന നമ്മളാരും ഇഷ്ടപ്പെടുകയില്ല. അത് അള്ളാഹു അല്ല എന്ന് തുറന്ന് പറയുകയും ചെയ്യും. ഇതുപോലെ ഹൈന്ദവ സഹോദരങ്ങളും അള്ളാഹു എന്ന പേര് ഓം എന്നതിന് വെക്കാൻ ഇഷ്ടപ്പെടുന്നവരില്ല. അള്ളാഹു എന്ന ദൈവം ഹൈന്ദവരുടെ ശത്രുക്കളാണ്. ഹൈന്ദവരെ കൊല്ലാൻ ആഹ്വാനം ചെയ്ത ഒരു ദൈവമായിട്ടാണ് വഹാബികളുടെ ഖുർആൻ പരിഭാഷ വായിച്ച് തെറ്റിദ്ധരിച്ചു പോയ പല ഹൈന്ദവരും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓം എന്നതിന് അള്ളാഹു എന്ന് മുജാഹിദ് ബാലുശ്ശേരി പേരിട്ടാൽ അത് അംഗീകരിക്കാൻ ഹൈന്ദവ സഹോദരങ്ങൾക്ക് കഴിയില്ല എന്ന് മാത്രമല്ല, അവരുടെ മുമ്പിൽ വെച്ചുകൊണ്ട് തന്നെ അവരെ നിന്ദിക്കുകയാണ്, അവരെ അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാത്രവുമല്ല, ഓം എന്ന ഹൈന്ദവ സഹോദരങ്ങളുടെ ദൈവം അള്ളാഹു അല്ല എന്ന് മുസ്ലിമീങ്ങൾക്ക് ഉറപ്പായിരിക്കെ ഓം എന്ന ദൈവമാണ് സൂര്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, മരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് മുജാഹിദ് ബാലുശ്ശേരി മുഖ്യപ്രഭാഷണത്തിൽ മുഖ്യമായും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് ആധാരമായ ശ്ലോകവും അദ്ദേഹം തെളിവായി ഉദ്ധരിക്കുന്നുണ്ട്. എന്തൊരു ശിർക്കൻ വിശ്വാസമാണ് ഈ മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പാടില്ല. അവൻ മുശ്രിക്കായി പോകും എന്നതിൽ യാതൊരു തർക്കവുമില്ല. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അഹദാണ്, അള്ളാഹു സ്വമദാണ്, അള്ളാഹു ജനിക്കാത്തവനാണ്, ജനിപ്പിച്ചിട്ടില്ലാത്തവനാണ്, അള്ളാഹു പരാശ്രയമില്ലാത്തവനാണ്, അള്ളാഹു സൃഷ്ടികളുമായി യാതൊരു നിലക്കും തുല്യതയില്ലാത്തവനാണ് എന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓം എന്നുള്ളത് മുസ്ലിമീങ്ങൾക്ക് സൃഷ്ടാവല്ല. ആ ഹൈന്ദവ ദൈവങ്ങളാണ് സൂര്യനെ സൃഷ്ടിച്ചത്, മഴ വർഷിപ്പിക്കുന്നത്, മരിപ്പിക്കുന്നത്, കുട്ടികളെ ജനിപ്പിക്കുന്നത് എന്ന വിശ്വാസം മുസ്ലിമീങ്ങൾക്കില്ല. അത് മുജാഹിദ് ബാലുശ്ശേരിയുടെയും അദ്ദേഹത്തിന്റെ വിഷ്ടം ജിന്ന് വിഭാഗത്തിന്റെയും വിശ്വാസം മാത്രമാണ്. മുസ്ലിമീങ്ങളുമായി ആ വാദത്തിന് യാതൊരു ബന്ധവും ഇല്ല. മാത്രമല്ല, അത് ഹൈന്ദവരെ അപമാനിക്കലുമാണ്. ഇപ്പോൾ ഈ വഹാബിസത്തിന്റെ വിശ്വാസം പരിപൂർണമായി നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ സഹോദരങ്ങളെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവസാനത്തെ പ്രവാചകൻ. എന്നാൽ അർജുനൻ ജനിച്ചത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലങ്ങൾക്ക് ശേഷമാണ്. അതുകൊണ്ട് തന്നെ അർജുനൻ പ്രവാചകനാണെന്ന് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ പറ്റുകയില്ല. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് അവസാനത്തെ പ്രവാചകൻ എന്ന വിഷയത്തിൽ മുസ്ലിമീങ്ങൾക്ക് തർക്കമില്ല. വഹാബികൾക്ക് തർക്കമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ജനിച്ച അർജുനൻ പ്രവാചകനാണ് എന്ന് മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞിട്ടുള്ളത്. അതൊരിക്കലും മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ സാധ്യമല്ലാത്തതാണ്. മാത്രവുമല്ല, അത് ഹൈന്ദവ സഹോദരങ്ങളെ അപമാനിക്കലുമാണ്. കാരണം ഹൈന്ദവർ ദൈവമായി കാണുന്നതിനെ നാം ദൈവത്തിന്റെ അടിമയായി കാണുക എന്നുള്ളത് അവരെ വിശ്വാസപ്രകാരം അവരെ അപമാനിക്കലാണ്. അതൊരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഒരു ദൈവത്തെയും അപമാനിക്കണമെന്ന് ഇസ്ലാം കൽപ്പിക്കുന്നില്ല. അപമാനിക്കാൻ
പാടില്ല എന്നാണ് ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുജാഹിദ് ബാലുശ്ശേരി ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞത് കേട്ട് എൻ്റെ പ്രിയപ്പെട്ട ഹൈന്ദവ സഹോദരങ്ങൾ മുസ്ലിമീങ്ങളെ തെറ്റിദ്ധരിക്കരുതെന്നും വഹാബി മതത്തിന്റെ മാത്രം വാദമാണെന്നും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, വഹാബികൾ അള്ളാഹുവിൽ വിശ്വാസമുള്ളവരല്ല. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനത്തെ പ്രവാചകനാണെന്ന് അംഗീകരിക്കുന്നവരല്ല. ഒരു കാലത്ത് അബൂജഹൽ വിശ്വസിച്ചിരുന്ന മക്കളും ഭാര്യമാരും ചന്തിയും ഊരയും ഒക്കെയുള്ള ഒരു വ്യക്തിക്ക് അള്ളാഹു എന്ന പേരിട്ടുകൊണ്ട് അതാണ് അള്ളാഹു എന്ന് വിശ്വസിച്ചുകൊണ്ടായിരുന്നു ഈ മുജാഹിദുകൾ ആരാധിച്ചിരുന്നെങ്കിൽ ആ അള്ളാഹു ആണ് സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതും മഴ വർഷിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും മരിപ്പിക്കുന്നതും എന്ന് വിശ്വസിച്ചിരുന്നതെങ്കിൽ ഇന്നതിൽ മാറ്റം സംഭവിച്ചിരിക്കുന്നു. ഇപ്പോൾ ഹൈന്ദവരുടെ ദൈവങ്ങളായ ഓം എന്നതാണ് സൂര്യനെ സൃഷ്ടിച്ച ദൈവം, ചന്ദ്രനെ സൃഷ്ടിച്ച ദൈവം, മഴ വർഷിപ്പിക്കുന്ന മരിപ്പിക്കുന്ന ജീവിപ്പിക്കുന്ന ദൈവം. അതുപോലെ ഹൈന്ദവരുടെ ദൈവീക അവതാരമായ അർജുനനാണ് പ്രവാചകൻ എന്നാണ് വഹാബികൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വഹാബി മതത്തിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, അവർ ഇന്ത്യ രാജ്യത്ത് സന്തോഷത്തോടെ സമാധാനത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന മതങ്ങൾക്കിടയിൽ ഇത്തരം കുതന്ത്രങ്ങൾ ഉണ്ടാക്കി ഇന്ത്യ രാജ്യത്തിന്റെ സമാധാനം തകർക്കുന്നവർ കൂടിയാണ്. അതുകൊണ്ട് എല്ലാ മുസ്ലിമീങ്ങളും ജാഗ്രത പാലിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.